സ്വാഗതം. ആരംഭിക്കുന്നു 9 മണി വാർത്ത. ചില പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തകൾ, ഒപ്പം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, കേരളത്തിലെ ചില പ്രധാനപ്പെട്ട വാർത്തകളടക്കം ഈ ഒരു മണിക്കൂറിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം. 9 മണി വാർത്ത ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ട്. തുടർച്ചയായ 13ാം ദിവസവും ഇറാനിലേക്ക് രൂക്ഷ ആക്രമണം നടത്തിയ അമേരിക്ക. ഹോർമുസിലെ എണ്ണക്കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ആക്രമണമെന്ന് സെൻകോം. വിവിധ ഇടങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ ഉണ്ടായെന്ന് സ്ഥിരീകരിച്ച് ഇറാൻ. ഇതുവരെ ലോകം കാണാത്ത വിധമുള്ള ആക്രമണത്തിന് പദ്ധതിയുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ വീണ്ടും ആക്രമിക്കാൻ പദ്ധതിയിട്ട് ഇസ്രയേൽ. ആശങ്ക ഉയർത്തി എണ്ണവില വീണ്ടും ഉയരുന്നു. ബാരലിന് വീണ്ടും $100, $120 വരെ എത്തിയേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ചെങ്കടലിൽ സൗദി എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടത് പുതിയ പ്രതിസന്ധി. സൗദി അമേരിക്ക ആണവ കരാർ പ്രതിസന്ധിയിൽ. ഇസ്രയേലുമായി സൗദി നയതന്ത്ര ബന്ധമുണ്ടാക്കാതെ ഈ നീക്കത്തിനില്ലെന്ന് അമേരിക്ക. സ്വതന്ത്ര പാലസ്തീൻ രാജ്യത്തിൽ വ്യക്തതയുണ്ടാകാതെ ഇസ്രയേലുമായി ധാരണയ്ക്കില്ലെന്ന് സൗദി. CJPയുമായി കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തുറന്ന മനസ്സോടെ പങ്കെടുക്കുമെന്ന് CJP വക്താവ് സൗരവ് ദാസ്. ചർച്ച ഉച്ചയ്ക്ക് 12:30. ഡൽഹിയിൽ സുരക്ഷ കൂട്ടി പോലീസ്. സുപ്രീം കോടതി മുന്നറിയിപ്പ് അവഗണിച്ച് ഇന്നും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു. 200 പേർ കരുതൽ തടങ്കലിൽ. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തെറ്റായി ചിത്രീകരിച്ച് 400ഓളം പാകിസ്ഥാനി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ. ചോദ്യചോർച്ചയിൽ കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പെന്ന പ്രധാനമന്ത്രിയുടെ വാക്ക് പരിഗണിച്ച് നിരാഹാര സമരം അവസാനിപ്പിച്ച് സോനം വാങ്ചുക്. കേന്ദ്ര തീരുമാനങ്ങൾ ഗുരുഗ്രാം മെദാന്ത ആശുപത്രിയിൽ നേരിട്ടെത്തി അറിയിച്ച് JP നഡ്ഡയും ജിതേന്ദ്ര സിംഗും. സമാധാനപരമായ പ്രക്ഷോഭത്തിനിടെ അക്രമികൾ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് സോനം വാങ്ചുക്. ഇന്ന് രാജ്യവ്യാപക സമരത്തിന് ആഹ്വാനം ചെയ്ത് CJP. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെക്കുറിച്ച് പരാമർശമില്ലാതെ ചോദ്യചോർച്ചയിൽ കർശന നടപടി ഉറപ്പു നൽകി പ്രധാനമന്ത്രി. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി വൈകി. കേന്ദ്ര മന്ത്രിസഭ ഇന്ന് വിഷയം ചർച്ച ചെയ്യുമെന്ന് ഉറപ്പ്. പാർലമെന്റിൽ അടുത്തയാഴ്ച ബിൽ കൊണ്ടുവരും. പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് പ്രഹസനമെന്ന് രാഹുൽ ഗാന്ധി. 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് മറുപടി എക്സ് പോസ്റ്റ്. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ കൊച്ചിയിൽ പിന്തുണച്ചവർക്കെതിരെ കേസ്. വേടൻ പങ്കെടുത്ത പരിപാടിക്കെതിരെ നടപടിയുമായി പോലീസ്. വേടന്റെ മാനേജർ വിഘ്നേഷ് അടക്കം കണ്ടാലറിയാവുന്ന 99 പേർക്കെതിരെ കേസെടുത്തു. പരിപാടി നടത്തിയത് അനുമതിയില്ലാതെയെന്ന് പോലീസ്. ഒരു വിഭാഗം ഡ്രൈവർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. റാപ്പിഡോ, കേരള സവാരി ടാക്സികൾ ഇന്നു മുതൽ നിരത്തിലിറങ്ങും. ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി ഒത്തുതീർന്നു. ഊബർ ഡ്രൈവർമാർ സമരം തുടരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിനും അജിത് കുമാറിനും വലിയ കുരുക്ക്. ഗുരുതര ആരോപണങ്ങളുമായി SIT. 2025 ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠങ്ങളിൽ നിന്ന് സ്വർണം കൊള്ളയടിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയുമായും പ്രശാന്തും അജിത് കുമാറും ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ട്. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തത് ഭരണ മികവായി ഉയർത്തിക്കാട്ടി സർക്കാർ. അജിത് കുമാറിന്റെ അടുത്ത നീക്കം എന്ത് എന്നത് ഉറ്റുനോക്കി രാഷ്ട്രീയ കേരളം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലെ സമീപിക്കാൻ സാധ്യത. സസ്പെൻഷൻ DGP റാങ്ക് ലഭിക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നതിനിടെ നടപടിയോടെ സ്ഥാനക്കയറ്റ സാധ്യത അടഞ്ഞു. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു കൊല്ലപ്പെട്ട കേസിൽ വിചാരണ തീയതി ഇന്ന് തീരുമാനിക്കും. എല്ലാ പ്രതികളും കോടതിയിലെത്തും. കേസ് വിചാരണയിലേക്ക് പോകുന്നത് അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് 8ാം വർഷം. താരസംഘടനയിൽ ശ്വേതാ മേനോനെതിരെ പടയൊരുക്കം. അമ്മയിലെ പെൺമക്കൾ വാട്സപ്പ് ഗ്രൂപ്പിലെ ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും പുറത്ത്. ശ്വേത തുടരണമോ തെരഞ്ഞെടുപ്പ് വേണോ എന്ന് ചർച്ച. ചാറ്റുകളും വോയിസ് നോട്ടുകളുമായി ചർച്ച പൊടിപൊടിക്കുന്നത് ശ്വേത അംഗമല്ലാത്ത ഗ്രൂപ്പിൽ.
പോലീസ് നടപടി ചോദ്യം ചെയ്ത് ആത്മഹത്യ ചെയ്ത നിതിന്റെ കുടുംബം. ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും നേരിട്ട് ഹാജരാവും. റീ അറസ്റ്റ് ചെയ്ത ഡോക്ടർ റാമിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് നീക്കം. ഇടുക്കി ശാന്തൻപാറയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. ഭീതി പരത്തി ചക്കക്കൊമ്പൻ. ആനയിറങ്കൽ റേഷൻ കട തകർത്തു. അരി ഭക്ഷിച്ച ശേഷം ആന മടങ്ങി. ചക്കക്കൊമ്പൻ ആക്രമിച്ചത് അരിക്കൊമ്പൻ പതിവായി ആക്രമിച്ചിരുന്ന റേഷൻ കട. വിശദമായി കിടക്കുമ്പോൾ ഇറാനുമേൽ തുടർച്ചയായി 13ാം ദിവസവും ആക്രമണം കടുപ്പിക്കുകയാണ് അമേരിക്ക. തെക്കു പടിഞ്ഞാറൻ നഗരമായ അഹ്വാസിന് സമീപമുണ്ടായ US മിസൈൽ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടായിട്ടുണ്ട്. തെക്കൻ ഇറാനിലെ തന്ത്രപ്രധാനമായ ഖേഷം ദ്വീപിലും വ്യാപകമായ സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന താക്കീതുമായി ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിന് പുറമെ ഇസ്രയേലും ഇറാന് നേരെ വലിയ ആക്രമണത്തിന് പദ്ധതിയിടുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. നന്ദന നമുക്കൊപ്പം ചേരുന്നുണ്ട്. നന്ദന, നിലവിൽ പുറത്തുവരുന്ന വിവരമനുസരിച്ച് അമേരിക്ക കൂടുതൽ ആക്രമണം കടുപ്പിക്കുന്നു, ഒപ്പം ഇസ്രയേലും തൊട്ടു പിന്നാലെയുമുണ്ട്. ഹോർമിസിന്റെ സുരക്ഷ മുന്നിൽ കരുതിക്കൊണ്ടാണ് ഈ നീക്കമെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ഇറാന്റെ ഏതൊക്കെ മേഖലയിലാണ് മിസൈൽ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത്? സജിത്, പശ്ചിമേഷ്യയിൽ യുദ്ധം അതിന്റെ ഏറ്റവും ഭീകരമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. കഴിഞ്ഞ 13 ദിവസമായി തുടർച്ചയായി US ഇറാനിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വൻ ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. എന്നാൽ ടെഹ്റാൻ ഇതുവരെ വേണ്ടത്ര വേദന അനുഭവിച്ചിട്ടില്ല എന്നും ഇറാനുമേൽ സർവ്വനാശം വിതയ്ക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. മറുഭാഗത്ത് ഇറാന്റെ പ്രതികരണവും വളരെ ശക്തമാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം ബുദ്ധിശൂന്യമായ ആക്രമണങ്ങൾക്ക് ട്രംപ് വരും ദിവസങ്ങളിൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചി താക്കീത് നൽകുന്നത്. നിലവിലെ വിവരമനുസരിച്ച് ഇറാനിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തെക്കൻ ഇറാനിലെ തന്ത്രപ്രധാനമായ ഖഷം ദ്വീപിലും തുറമുഖ നഗരമായ ജാസ്ക്, ഗോദാബ്, ഗൊറമാബാദ്, കൊനാരക് എന്നിവിടങ്ങളിലും പ്രൊജക്ട് ലൈറ്റുകൾ പതിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. തലസ്ഥാനമായ ടെഹ്റാന് മുകളിലും ഇറാനിയൻ വ്യോമസേന പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനിടെ മേഖലയിലെ മറ്റു രാജ്യങ്ങളിലേക്കും യുദ്ധം പടരുകയാണ്. ഇറാന്റെ മിസൈൽ ഡ്രോൺ നീക്കങ്ങളെ തടഞ്ഞതായി കുവൈറ്റ് സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. US ബോംബർ വിമാനങ്ങൾ UK താവളങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് രംഗത്ത് വന്നതോടെ UK സൈന്യവും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം വൻ വിലക്കയറ്റത്തിനും മാനുഷിക പ്രതിസന്ധിക്കും കാരണമാകുമെന്നറിയിച്ച് ഐക്യരാഷ്ട്രസഭ എക്സ്പോസ്റ്റുമായി രംഗത്തെത്തിയിരുന്നു. ചുരുക്കത്തിൽ കഴിഞ്ഞ 13 ദിവസത്തെ ആക്രമണങ്ങൾക്ക് ശേഷം ഇരുവിഭാഗവും നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകാത്തതിനാൽ പശ്ചിമേഷ്യയിൽ ശാന്തിയുടെ ദിനങ്ങൾ അകലെയാണെന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരും. സജിത്, അതാണ് സാഹചര്യം. ഇതിനിടയിൽ വലിയ വെല്ലുവിളിയുമായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തുകയാണ്. അതായത് ലോകം ഇതുവരെ കാണാത്തത്ര വലിയ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുമെന്നതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇതുവരെ വേണ്ടത്ര വേദന ടെഹ്റാൻ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവരെ കൂടുതൽ വേദനിപ്പിക്കുന്ന ഇതുവരെ കാണാത്ത യുദ്ധമുഖം തുറക്കുമെന്നാണ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ്. ഈ ട്രംപിന്റെ മുന്നറിയിപ്പ് കൂടുതൽ വലിയ മാസീവ് അറ്റാക്കിന് കളമൊരുക്കുമോ? അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യ ഇതുവരെ കാണാത്ത സാഹചര്യത്തിലേക്ക് പോകുമോ എന്ന ആശങ്ക കൂടി ഉയരുന്നുണ്ട്. നന്ദന തുടരുന്നുണ്ട്. നന്ദന, ഈ ട്രംപ് ഇത്തരമൊരു പ്രകോപന പ്രസ്താവന ഇപ്പോൾ നടത്തുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ പശ്ചാത്തലം കൂടുതൽ ശക്തമായ നീക്കം നടത്തുമെന്ന സൂചനയാണോ? അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യയിൽ ഇതുവരെ നടന്ന എല്ലാ സമാധാന ശ്രമങ്ങളും പൂർണ്ണമായും ഇല്ലാതാവുന്ന അവസ്ഥയുണ്ടാക്കില്ലേ? തീർച്ചയായും സജിത്ത്, ഇതുവരെ നടന്ന എല്ലാ സമാധാന ചർച്ചകളെയും നിരർത്ഥമാക്കുന്ന തരത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. ടെഹ്റാൻ ഇതുവരെ വേണ്ടത്ര വേദന ഇനിയും അനുഭവിച്ചിട്ടില്ല എന്നും ഇറാനുമേൽ സർവ്വനാശം വിതയ്ക്കും വരെ ആക്രമണം തുടരുമെന്നും തന്നെയാണ് ട്രംപിന്റെ പ്രസ്താവന. മറുഭാഗത്ത് ഇറാന്റെ പ്രസ്താവനയും വളരെ ശക്തമാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം ബുദ്ധിശൂന്യമായ ആക്രമണങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് വലിയ വില നൽകേണ്ടി വരുമെന്ന് തന്നെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ആയിട്ടുള്ള അബ്ബാസ് അറാഗാച്ചി വ്യക്തമാക്കുന്നത്. നിലവിലെ വിവരമനുസരിച്ച് വളരെ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളാണ് ഇറാനിലേക്ക് അമേരിക്ക തടുത്തുവിട്ടിരിക്കുന്നത്. ഇറാനിലെ വളരെ തന്ത്രപ്രധാനമായ ഖഷം ദ്വീപും അതുപോലെ തന്നെ തുറമുഖ നഗരമായ ജാസ്ക്, ഗോന്ദാബ്, ഒമറാബാദ്, കൊനാരക് എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം.
തലസ്ഥാന നഗരമായ ടെഹ്റാന് മുകളിലും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം പ്രവർത്തിച്ചു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സജിത്, അതാണ് സാഹചര്യം. എന്തായാലും വലിയ മുന്നറിയിപ്പ് നൽകുന്നു ട്രംപ്. തീരുന്നില്ല. ട്രംപിന്റെ പ്രസ്താവനകൾ പലതരത്തിൽ ഇങ്ങനെ വെല്ലുവിളികളായി വരികയാണ്. അതിൽ പുതിയൊരു വെല്ലുവിളി പുറത്തു വരുന്നത് ഇങ്ങനെയാണ്. അതായത് ഇനി ഇറാൻ തിരിച്ചടി നൽകുമെന്ന അവരുടെ വെല്ലുവിളികൾക്ക്, ഇറാൻ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്ക് ഇറാൻ തന്നെ വില നൽകേണ്ടി വരും. അതായത് അമേരിക്കയുടെ കൈവശമുള്ള ഇറാന്റെ സ്വത്തുക്കൾ ചിലവഴിച്ചുകൊണ്ട് ഈ നഷ്ടപരിഹാരം ഞങ്ങൾ സാധ്യമാക്കുമെന്നതാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ നടത്തിയിരിക്കുന്ന പുതിയ പോസ്റ്റ്. ഇത് വലിയ തരത്തിൽ ഇറാൻ തിരിച്ചടി നടത്തും എന്ന സൂചനകൾക്കിടയിൽ കൂടിയാണ്. നന്ദന, വീണ്ടും ട്രംപ് ഇത്തരമൊരു നീക്കം നടത്തുമ്പോൾ, അതായത് ഇറാന്റെ എല്ലാ തിരിച്ചടികൾക്കും അവർ തന്നെ വില നൽകേണ്ടി വരും. അതിനർത്ഥം ഈ യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിലുള്ള ഇറാന്റെ സ്വത്ത് അമേരിക്ക പിടിച്ചെടുത്തിരുന്നു. ആ സ്വത്ത് ചിലവഴിക്കുമെന്നതാണ് അമേരിക്കയുടെ വാദം. ഇത് ഇറാന് മേലുണ്ടാക്കുന്ന ഒരു സാമ്പത്തിക ഉപരോധവും പുതിയ തന്ത്രത്തിന്റെ ഭാഗമായി വേണോ കാണാൻ? തീർച്ചയായും സജിത്ത്, ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അതായത് കപ്പലുകൾ, അതുപോലെ തന്നെ കാർഗോ, അങ്ങനെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് എന്ത് തരത്തിലുള്ള നഷ്ടമുണ്ടായാലും അവയെല്ലാം തന്നെ അമേരിക്കയുടെ പക്കലുള്ള ഇറാന്റെ പണം ഉപയോഗിച്ച് ഈടാക്കുമെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഇറാനുമേൽ ഇത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിരോധം തന്നെ ഈടാക്കുമെന്നതിൽ സംശയമില്ല. സജിത്ത്, അതാണ് സാഹചര്യം. അങ്ങനെ ട്രംപ് എല്ലാ തരത്തിലുമുള്ള വെല്ലുവിളികൾ നടത്തുന്നു എന്നതാണ് സാഹചര്യം. ഇതുവരെ കാണാത്ത തരത്തിലേക്ക് പശ്ചിമേഷ്യ മാറുന്നു എന്നതാണ്. ഇങ്ങനെ ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും കൊമ്പുകോർത്ത് വലിയ നീക്കങ്ങൾ നടക്കുന്നതിനിടെ, പശ്ചിമേഷ്യയിൽ ആ തരത്തിൽ നീക്കം നടക്കുന്നതിനിടെ മറുവശത്ത് ചില സമാധാന ശ്രമങ്ങളും പുതിയ ചില നീക്കങ്ങളും ഉണ്ടാകുന്നു. അതിലേറ്റവും പ്രധാനം അമേരിക്കയും സൗദി അറേബ്യയുമായുള്ള ചില സഹകരണ നീക്കങ്ങളായിരുന്നു. ലോകരാജ്യങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ആ നീക്കങ്ങളെ കണ്ടത്. പശ്ചിമേഷ്യയിൽ പുതിയ തരത്തിലുള്ള ഒരു സമവായ തന്ത്രങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ നീക്കത്തിന് വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ് വീണ്ടും ഡൊണാൾഡ് ട്രംപിൻ്റെ ചില പരാമർശങ്ങളും നിലപാടുകളും. പശ്ചിമേഷ്യൻ നയതന്ത്രത്തിൽ പുതിയൊരു വഴിത്തിരിവിന് തുടക്കമിട്ടതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ. സൗദി അറേബ്യയുമായി അമേരിക്ക ഒപ്പിടാൻ ഒരുങ്ങുന്ന സിവിലിയൻ ആണവ കരാർ പദ്ധതി പ്രതിസന്ധിയിലാവുന്നു എന്നാണ് സാഹചര്യം. അതായത് ഇസ്രയേൽ സൗദി നയതന്ത്രം രൂപപ്പെട്ടതിന് ശേഷം മാത്രമേ ഇനി ഈ നീക്കത്തിന് ഉണ്ടാകുന്നു എന്നതാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. അതിനർത്ഥം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രയേൽ ഗൾഫ് രാജ്യങ്ങളുമായി ഉണ്ടാക്കിയിരുന്ന ധാരണയായ എബ്രഹാം അക്കൗണ്ട്സിൻ്റെ ഭാഗമാകണം സൗദി എന്നതാണ് ഈ നിലപാട്. എന്നാൽ മാത്രമേ ഇനി സൗദിയുമായി ധാരണ, നേരത്തെ സൂചിപ്പിച്ച സമാധാന ആണവ കരാറുമായി മുന്നോട്ടുള്ളൂ എന്നതാണ് ഇക്കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന നിലപാട്. അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള സിവിലിയൻ ആണവ സഹകരണ കരാർ പശ്ചിമേഷ്യയിലെ ഏറ്റവും നിർണായകമായ ഒരു നയതന്ത്ര നീക്കത്തിൽ ഒന്ന് എന്നതാണ് കരുതപ്പെട്ടത്. കാരണം മേഖലയിൽ സൗദി പോലെ ഒരു രാജ്യവുമായി അമേരിക്ക ഏർപ്പെടുന്ന ആ സമാധാനപരമായ ആണവ കരാർ പൊതുവിൽ പശ്ചിമേഷ്യയിൽ വലിയ സമാധാനമുണ്ടാകും. ഗൾഫ് രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുമായുള്ള ഭാവി സഹകരണത്തിലും ഏറെ പ്രധാനം എന്നതാണ് കരുതപ്പെട്ടത്. പക്ഷേ അത് പൂർണ്ണമായും പ്രതിസന്ധിയിലാകുന്നു എന്നതാണ് സാഹചര്യം. എന്നാൽ ഈ ട്രംപിൻ്റെ ഈ നിബന്ധന എല്ലാം പൊതുവിൽ സാഹചര്യങ്ങൾ തകിടം മറിക്കുകയാണ്. അമേരിക്കൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സൗദിക്ക് ആണവ വൈദ്യുതി നിലയങ്ങൾ വികസിക്കാൻ സഹായിക്കുന്നതായിരുന്നു ഈ കരാറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ ഇത് അമേരിക്കൻ കോൺഗ്രസിൻ്റെ അംഗീകാരം വേണം. അത്തരമൊരു വെല്ലുവിളി കൂടി ഇതിനുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഈ പ്രഖ്യാപനങ്ങളും നീക്കങ്ങളും വലിയ പ്രതീക്ഷ നൽകിയതാണ്. അതേസമയം ഈ പാലസ്തീൻ രാഷ്ട്ര രൂപീകരണം സംബന്ധിച്ച് വ്യക്തത ഉണ്ടാവാതെ ഇനി ഇസ്രയേലുമായൊരു ബന്ധം സാധ്യമാവില്ല എന്ന നിലപാടിലാണ് സൗദി അറേബ്യ. അതായത് ഇസ്രയേലുമായി സൗദി അറേബ്യ നയതന്ത്ര ബന്ധം ഉണ്ടാക്കണം എന്ന വാദത്തെ സൗദി അറേബ്യ തള്ളുകയാണ്. കാരണം ഇസ്രയേലിന് ഈ ഗാസ അടക്കമുള്ള പ്രശ്നങ്ങളിൽ അവരെടുക്കുന്ന നിലപാട് തന്നെയാണ് കാരണം. അതുകൊണ്ട് സ്വതന്ത്രമായ ഒരു പാലസ്തീൻ രാഷ്ട്രം എന്ന നിലപാട് അംഗീകരിക്കപ്പെടുന്നതുവരെ ഞങ്ങൾ ഇസ്രയേലുമായി ഇനിയൊരു സഹകരണത്തിനില്ല. അതോടുകൂടി പൊളിയുന്നത് അമേരിക്ക സൗദി നയതന്ത്ര നീക്കത്തിന് കൂടിയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ അമേരിക്കയുടെ ഈ പുതിയ തീരുമാനത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പൂർണ്ണാർത്ഥത്തിൽ തന്നെ സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. ഗാസ യുദ്ധവും പാലസ്തീൻ പ്രശ്നവും തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ പുതിയ നിബന്ധന സൗദി അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യം. ഈ തീരുമാനം പശ്ചിമേഷ്യയുടെ ശാക്തിക സമവാക്യങ്ങളെയും അമേരിക്കയുടെ പ്രാദേശിക തന്ത്രങ്ങളെയൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുകയാണ് ഏറെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന സൗദി അമേരിക്ക സഹകരണ സാധ്യതകൾ. പക്ഷേ അത് പൊളിയും പ്രതിസന്ധിയിലാകുമെന്നതാണ് അമേരിക്കയുടെ പുതിയ നിലപാട്. മറ്റൊന്ന് ഞെട്ടിക്കുന്ന കാര്യം,
വീണ്ടും ഉയരുന്നു ക്രൂഡ് ഓയിൽ വില എന്നതാണ്. അതായത് ക്രൂഡ് ഓയിലിൻ്റെ വില ഇടക്കാലത്തെ ഒരു വിലക്കുറവിന് ശേഷം വീണ്ടും ഉയരുന്നു. $100 കടക്കുകയാണ് ബാരലിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ബ്രെന്റ് ക്രൂഡ് ഓയിലിൻ്റെ വില. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ വീണ്ടും ആശങ്കയിലാഴ്ത്തി എന്നതാണ് സാഹചര്യം. ബ്രെന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $100 കടന്നതോടെ ഇന്ധന പണപ്പെരുപ്പം വീണ്ടും രൂക്ഷമാകുന്ന ആശങ്കയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഗുരുതരമായി തന്നെ ബാധിക്കും. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ഏറ്റവും വലിയ വിലക്കയറ്റങ്ങളിൽ ഒന്നായിട്ടാണ് ഈ പുതിയ മുന്നേറ്റത്തെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ ശക്തമായതോടെ എണ്ണവിലയിൽ യഥാർത്ഥത്തിൽ ഒരു കുറവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ പുതിയ സംഘർഷ സാഹചര്യങ്ങൾ ഈ എണ്ണവില വീണ്ടും ഉയർത്തുകയാണ്. ഹോർമുസ് അതിൻ്റെ ഗതാഗതം പഴയപടി വന്നതാണ് വില കുറയാൻ ഈ സമീപ ദിവസങ്ങൾ കാരണമായതെങ്കിൽ ഇത്തവണ ഹോർമുസ് കടലിടുക്കിന് പുറമെ മറ്റ് ചില ഘടകങ്ങളും എണ്ണവില ഉയരുന്നതിനെ സ്വാധീനിക്കുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ 6 വർഷത്തെ എണ്ണവിലയുടെ ചാഞ്ചാട്ടം ഒന്ന് വേഗത്തിൽ പരിശോധിക്കാം. ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ്. 2020 കാലഘട്ടം തൊട്ട് 2026 വരെ ഉള്ള കാലഘട്ടത്തിലെ എണ്ണവിലയുടെ ചാഞ്ചാട്ടം ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് വ്യക്തമാക്കാം. 2020 ഒരു അസാധാരണ സാഹചര്യം ലോകത്ത് രൂപപ്പെട്ടു. അത് മറ്റൊന്നുമല്ല, കോവിഡാണ്. കോവിഡ് പ്രതിസന്ധി കാലത്ത് ഇന്ധനത്തിൻ്റെ ഉപയോഗം വലിയ രീതിയിൽ കുറയുകയും വലിയ രീതിയിൽ എണ്ണ കെട്ടിക്കിടക്കുന്ന സാഹചര്യം വന്നു. സംഭവിച്ചതോ എണ്ണയുടെ വില വലിയ രീതിയിൽ കുത്തനെ ഇടിഞ്ഞു. അങ്ങനെ ബാരലിന് വെറും $20 പോലും അന്ന് എണ്ണ കിട്ടുമെന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നതായിരുന്നു 2020 സാഹചര്യം. പക്ഷേ 2 വർഷത്തിനിപ്പുറം സാഹചര്യങ്ങൾ മുഴുവൻ മാറിമറിയുകയാണ് ചെയ്തത്. അതായത് 2022 എത്തിയപ്പോഴേക്കും റഷ്യ ഉക്രൈൻ യുദ്ധം എന്നൊരു പുതിയ സാഹചര്യം രൂപപ്പെടുന്നു. ഇതോടുകൂടി സംഭവിക്കുന്നത് 120 മുകളിലേക്ക് ബാരലിന് ഡോളർ വില ഉയരുന്നു എന്നതാണ്. $120 മുകളിലേക്ക് വില ഉയരുന്നു എന്നതാണ് സാഹചര്യം. നോക്കൂ, 2 വർഷം കൊണ്ട് എണ്ണ വിലയിൽ ഉണ്ടായൊരു വലിയ കുതിച്ചുചാട്ടമാണ് സംഭവിക്കുന്നത്. പക്ഷേ പിന്നീട് 2023 മുതൽ 2025 വരെ ഏറെക്കുറെ സമാധാനപരമായ ഒരു സാധാരണ ലോക സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. അതോടുകൂടി 120 മുകളിലേക്ക് പോയ എണ്ണ വില കുറയുന്നു. അത് റേറ്റ് 70 അല്ലെ 90 ഈ ഒരു റേറ്റിൽ ഏറെക്കുറെ ചാഞ്ചാടി ഇങ്ങനെ നിൽക്കുന്നു എന്നതായിരുന്നു സാഹചര്യം. 2023 മുതൽ 2025 വരെയുള്ള 2 വർഷത്തെ ചിത്രമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായും അന്ന് ഈ കാലഘട്ടത്തിൽ ഏറെക്കുറെ സ്ഥിരമായി എണ്ണവില പൊയ്ക്കൊണ്ടിരിക്കുന്നു. ലോകക്രമത്തെ കാര്യമായി അത് സ്വാധീനിക്കാതായി സാമ്പത്തിക ക്രമങ്ങളെയൊന്നും വലിയ ചാഞ്ചാട്ടമൊന്നും ബാധിക്കാത്ത രീതിയിലുള്ള ഏറെക്കുറെ തുല്യമായ രീതിയിലേക്ക് എണ്ണവില പോവുകയായിരുന്നു സാഹചര്യം. പക്ഷേ 2026 ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ സംഭവിക്കുന്നതാണ് പശ്ചിമേഷ്യൻ സംഘർഷം. ഇറാൻ, അമേരിക്ക, ഇസ്രയേൽ ഇങ്ങനെ 3 ചേരികളിലായി നിന്നുള്ള വലിയ ഏറ്റുമുട്ടലുകൾ. അതിൽ നിർണായക ഘടകമായത് ഹോർമുസ് തന്നെയാണ്. സംഭവിച്ചെന്താണെന്ന് നോക്കുക. അതോടുകൂടി എണ്ണവില 70 നിന്നും 100+ ഉയരുന്നു എന്നതാണ് സാഹചര്യം. ഇതിനിടയിൽ 100 കടന്ന ബാരൽ വില, എണ്ണവില ഒരു ഘട്ടത്തിൽ സമാധാന ശ്രമങ്ങൾ ഉണ്ടായതോടുകൂടി ഹോർമുസിൻ്റെ ഗതാഗതം പഴയപടിയിലായതോടുകൂടി വീണ്ടും കുറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. നമുക്കടക്കം ഇന്ത്യയിലടക്കം അതിൻ്റെ പ്രതിഫലനങ്ങൾ പല രീതിയിൽ നമ്മൾ കണ്ടതുമാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കനുസരിച്ച് 100 മുകളിലേക്ക് എണ്ണവില കുതിക്കുകയാണ്. അതൊരു പക്ഷേ 120 എത്തിയാലും അത്ഭുതമില്ല എന്ന അവസ്ഥയിലേക്കാണ് സാഹചര്യങ്ങൾ നീളുന്നത് എന്നതാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഉണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് മുന്നിൽ ഉണ്ടാകുന്ന വെല്ലുവിളി ഒട്ടും ചെറുതല്ല എന്നതാണ് സാഹചര്യം. എന്താണ് ഈ യഥാർത്ഥത്തിൽ എണ്ണവില ഇപ്പോൾ ഇത് ഉയരുന്നതിൻ്റെ കാരണം? ഇസ്രയേൽ ഇറാൻ സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്ന ആശങ്കയും ലോകത്തിലെ പ്രധാനപ്പെട്ട എണ്ണ കടൽപാതകളായ ഹോർമുസ് കടലിടുക്കിനെയും ചെങ്കടൽ മേഖലയിലെയും സുരക്ഷാ ഭീഷണിയുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ടാവുന്ന ഈ വിലക്കയറ്റം. അതായത് പുതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ വിലക്കയറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന ഭീതിയാണ് അന്താരാഷ്ട്ര വിപണിയെ പ്രതികൂലമായി ബാധിക്കുന്നത്. അതാണ് ഇപ്പോഴുണ്ടാവുന്ന സാഹചര്യം. നന്ദന നമുക്കൊപ്പം ചേരുന്നുണ്ട്. നന്ദന, ലോകത്ത് എണ്ണവില വലിയ രീതിയിൽ പ്രതിസന്ധിയിലായതാണ് ഈ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം. ഇപ്പോൾ രൂപപ്പെടുന്ന പുതിയ സാഹചര്യം, അതായത് ട്രംപിൻ്റെ അടക്കമുള്ള പുതിയ പ്രസ്താവനകൾ വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട്. എന്താണിപ്പോൾ ഇന്ധനവിലയുടെ സാഹചര്യം? 100 കടക്കുമോ? അത് സംബന്ധിച്ച സൂചനകൾ എങ്ങനെയാണ്?
സജിത്, ചെങ്കടലിലെ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ മറ്റു പ്രധാന സമുദ്രപാതകൾ കൂടി അടഞ്ഞേക്കുമോ എന്ന ഭീതി ഉയർന്നതോടെ ക്രൂഡ് ഓയിൽ വില 6.2% ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പ്രധാന കയറ്റുമതി പൈപ്പ് ലൈൻ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് കസാക്കിസ്ഥാൻ താത്കാലികമായി ഉൽപ്പാദനം കുറച്ചതും വിപണിയിൽ എണ്ണ ലഭ്യത കുറയാൻ വളരെ കാരണമായിട്ടുണ്ട്. ചെങ്കടലിൽ 2 സൗദി എണ്ണക്കപ്പലുകളെ ലക്ഷ്യമിട്ടതായി ഇറാൻ അനുകൂല ഹൂതി സേന അവകാശപ്പെട്ടതിനെ തുടർന്ന് മെയ് മാസത്തിന് ശേഷം ആദ്യമായാണ് ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില $100 മുകളിൽ വ്യാപാരം അവസാനിപ്പിക്കുന്നത്. $100 മുകളിലേക്ക് എണ്ണ വില എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. സജി, അതാണ് സാഹചര്യം. ലോകക്രമത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് എണ്ണവില ഉയരും. 100+ എന്നത് 120 വരെ പോയാലും അത്ഭുതമില്ല എന്നത് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പാണ്. അങ്ങനെയെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധികളാണ്. ഇന്ത്യയിൽ നിന്നും നമ്മൾ ഈ കാഴ്ചകൾ കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യക്രമങ്ങളെപ്പോലും ബാധിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് രൂക്ഷമാകുന്ന അവസ്ഥയുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ഇത് പോയേക്കാം എന്നതാണ് സൂചനകൾ. ഒരു തരത്തിലും നമുക്ക് മുന്നിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ സമാധാന ശ്രമങ്ങൾ മുന്നിലില്ല. കൂടുതൽ സംഘർഷ സാഹചര്യങ്ങളാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം ഹോർമുസ് മാത്രമല്ല. അതായത് ചെങ്കടലിൽ സൗദി എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണമാണ് എണ്ണവില പെട്ടെന്ന് കുതിച്ചുരാൻ ഇടയാക്കിയത്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ 2 സമുദ്രപാതകൾ അത് ഒരേ സമയം സ്തംഭിച്ചിരിക്കുന്നു എന്നതാണ് ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നത്. ഹോർമുസ് കടലെടുക്കാണ് ഒന്ന്. അത് ഉയർത്തുന്ന ആശങ്കകൾ നേരത്തെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഇറാന്റെ സൈനിക നീക്കങ്ങളെ തുടർന്ന് ലോകത്തിലെ 5-1 എണ്ണ വിതരണം നടന്നിരുന്ന ഈ പാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം വൻതോതിൽ തടസ്സപ്പെട്ടിരുന്നു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. രണ്ടാമത്, ഹോർമുസ് ഗതാഗതം ഏറെക്കുറെ പഴയ പടിയിലായി വരുന്ന ഘട്ടത്തിലാണ് പുതിയ പ്രതിസന്ധി ഉടലെടുത്തത്. ബാബൽ മന്ദേബ് കടലിടുക്ക്, അതാണ് പുതിയ കാരണം. ബാബൽ മന്ദേബ് കടലിടുക്കായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യത. പ്രത്യേകിച്ച് സൗദി ഏറ്റവും അധികം എണ്ണയെ ലോകരാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു കടലിടുക്ക്. ഈ ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് ആഗോള ക്രൂഡ് ഓയിലിൻ്റെ 13% പോകുന്നത്. ഹൂതി ആക്രമണ ഭീതിയെ തുടർന്ന് ഇവിടെയും സൗദിയുടെ കപ്പലുകൾക്ക് റൂട്ട് മാറ്റി ഓടേണ്ടി വരുന്നു. ഇതോടുകൂടിയാണ് പ്രതിസന്ധി ഉണ്ടാവുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഭീഷണി മറികടക്കാൻ സൗദി അറേബ്യ തങ്ങളുടെ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ വഴി എണ്ണ യാൻബു തുറമുഖത്ത് എത്തിച്ചായിരുന്നു ഇതുവരെ വിതരണം നടത്തിയിരുന്നത്. എന്നാൽ അവിടെ നിന്ന് ഏഷ്യയിലേക്ക് എണ്ണ കൊണ്ടുപോകാൻ ബാബൽ പാത അത്യാവശ്യമായിരുന്നു. അവിടെയാണ് ഈ പ്രതിസന്ധി ഉണ്ടാവുന്നത് എന്നാണ് സാഹചര്യം. ഇതോടെ ബദൽ പാതകളെല്ലാം അടയുന്നു എന്ന അവസ്ഥയാണ്. അതാണിപ്പോൾ ഈ പ്രതിസന്ധി വലിയ രീതിയിലേക്ക് മാറുന്ന സാഹചര്യമുണ്ടായത്. ഭാവിയിൽ $120 മുകളിലേക്ക് എത്തിയാലും അത്ഭുതമില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ് നമ്മൾ പരിശോധിച്ച ലോകരാജ്യങ്ങൾ, ലോക സാഹചര്യങ്ങൾ. പൊതുവിൽ പശ്ചിമേഷ്യ തന്നെയാണ് നമുക്ക് മുന്നിൽ മുഖ്യ വിഷയമായി നിൽക്കുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യങ്ങൾ വീണ്ടും തുടരുകയാണ്. ഒരു ചെറിയ ഇടവേളയാണ്, മടങ്ങി വരും. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവട് വെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആധാർ കാർഡ് പൂർണ്ണമായി നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മറ്റ് ഔദ്യോഗിക രേഖകൾ ഉപയോഗിച്ച് പാൻ കാർഡ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇനി മുതൽ അതിന് സാധ്യതയില്ല.
CJPയുടെ സമരമാണിപ്പോൾ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ജന്തർ മന്ദിറിലെ സമരം തുടരുകയാണ്. പക്ഷേ ഇന്നലെ രാത്രിയിലെ ചില ഒരു പ്രധാനപ്പെട്ട നീക്കം, ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ വിശേഷിപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം, അദ്ദേഹം നൽകിയ ചില ഉറപ്പുകൾ, ഒടുവിൽ സോനം വാങ്ചുക് അദ്ദേഹം സമരം അവസാനിപ്പിക്കാൻ തയ്യാറാവുന്നു. ഒടുവിൽ ഇന്ന് പകൽ നിർണായകമായ ചില ചർച്ചകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. CJP പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ ചർച്ചകൾ നടത്തുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെയാണ് ഉറപ്പ് നൽകിയത്. ഇന്നലെ രാത്രി 11:52 സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം ഒരു വീഡിയോ പങ്കുവച്ചത്. ഈ വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷയും അതിവേഗ വിചാരണയും ഉറപ്പാക്കുന്ന കരട് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ രൂപം നൽകും. അടുത്തയാഴ്ച ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചോദ്യചോർച്ചയിൽ കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെക്കുറിച്ച് വീഡിയോയിൽ അദ്ദേഹം ഒന്നും പരാമർശിച്ചു. पेपर लीक ये कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विध कदम उठाए गए. गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का 1 वर्ष बर्बाद न हो. तत्काल परीक्षाएं लेना बहुत जरूरी था. सरकार ने अभी पूरी शक्ति का उपयोग करके कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाएं, इसका प्रबंध किया. और अभी 5-6 दिन पहले 19 तारीख को रिजल्ट भी आ गया और देश भर में उत्तीर्ण हो गए विद्यार्थियों की खुशियों की खबरें भी आ रही हैं. लेकिन हम वहां पर संतोष मानने वाले लोगों में से नहीं है और इसलिए मैंने आज फास्ट ट्रैक कोर्ट के लिए विभागों को निर्देश दिए थे. आज विभागों ने लगातार मेहनत करके देर रात मुझे मुसद्दा भी दे दिया. फास्ट ट्रैक कोर्ट और कठोर सजा के प्रावधान के साथ का ये मुसद्दा कल कैबिनेट में चर्चा होगी. कैबिनेट के साथियों के सुझाव के बाद उसका अंतिम रूप दिया जाएगा और सोमवार से संसद का दूसरा सप्ताह शुरू हो रहा है. तब जल्द से जल्द उस बिल को सदन में पारित कराने का प्रयास किया जाएगा. ഇതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. അതേസമയം പ്രധാനമന്ത്രിയുടെ വീഡിയോ പ്രഹസനമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കുറ്റപ്പെടുത്തൽ. പരിതാപകരമായ പ്രതികരണമാണ് നരേന്ദ്രമോദി നടത്തിയത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, വിദ്യാർത്ഥികളെ മർദ്ദിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കുക, രാജ്യത്തോട് മാപ്പ് പറയുക എന്നീ 3 ആവശ്യങ്ങളും രാഹുൽ മുന്നോട്ട് വെച്ചു. ഇതിനിടെ വിദ്യാർത്ഥി പ്രക്ഷോഭം തണുപ്പിക്കാൻ പുതിയ നടപടികളുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരുന്നുണ്ട്. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ മാറ്റി. നരേന്ദ്രപാലാണ് പുതിയ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിലേക്കാണ് മാറ്റിയത്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാൻ ഡൽഹി ഹൈക്കോടതി ഫാസ്റ്റ് ട്രാക്ക് കോടതി രൂപീകരിച്ചു. ജസ്റ്റിസ് അനു ഗ്രോവർ ബലിഗ പ്രത്യേക ജഡ്ജിയാണ്. CJPക്ക് ഐക്യദാർഢ്യം അറിയിച്ച് സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക് നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഡോക്ടർ ജിതേന്ദ്ര സിംഗ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഉപവാസം അവസാനിപ്പിച്ചത്. നീണ്ട ചർച്ചകൾക്ക് ശേഷവും രാജ്യത്തുണ്ടായേക്കാവുന്ന അക്രമസാധ്യതകൾ മുൻനിർത്തിയുമാണ് സമരം അവസാനിപ്പിക്കുന്നതെന്നാണ് സോനം വാങ്ചുക് എക്സിലൂടെ അറിയിച്ചു. നിരാഹാര സമരം അവസാനിപ്പിച്ചതിനെതിരെ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ നിരാഹാര സമരം അവസാനിപ്പിച്ചതിനെ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. ആശ്വാസം പകരുന്ന കാര്യമാണിതെന്നും അദ്ദേഹത്തോട് നന്ദിയുണ്ടെന്നും അഭിജിത്ത് സോഷ്യൽ മീഡിയ പറയുന്നു. അതേസമയം കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും CJP നിലപാടെടുത്തു. അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്,
വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇന്നലെ രാത്രിയിൽ നടന്നത്. ഇതുവരെ അവഗണിച്ച് ഈ സമരത്തിനെ എല്ലാ തരത്തിലും അവഗണിച്ചിരുന്ന കേന്ദ്ര സർക്കാരിനൊടുവിൽ പ്രധാനമന്ത്രി തന്നെ കളത്തിലിറങ്ങി ഇടപെടേണ്ടി വരുന്നു, ചില ഉറപ്പുകൾ നൽകേണ്ടി വരുന്നു. അവിടെയും മന്ത്രിയുടെ രാജിയിൽ ഉറപ്പ് നൽകിയിട്ടുമില്ല. ഇതാണ് സാഹചര്യം. ഭാഗികമായി ഏറെക്കുറെ സമരക്കാരുടെ ആവശ്യം ഇപ്പോൾ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ചർച്ചയിൽ എന്ത് നടക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഒരു പൊതുവേദിയിലെ ചർച്ചയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്താണ് ഇന്ന് പകൽ ദിനം നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? കേന്ദ്ര സർക്കാർ എന്തായാലും വിദ്യാർത്ഥികളുമായി ഒരു ചർച്ച നിലവിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഡൽഹിയിലുള്ള ഭരണഘടനാ ക്ലബ്ബിൽ വെച്ചായിരിക്കും ഈ ചർച്ച നടക്കുക എന്നാണ് CJPയുടെ വക്താക്കളിൽ ഒരാളായിട്ടുള്ള സൗരവ് ദാസ് അറിയിച്ചിട്ടുള്ളത്. ഈ ചർച്ചയിൽ തങ്ങൾ ഒരു തുറന്ന മനസ്സോടെ തന്നെ ഈ ചർച്ചയെ നേരിടും. കേന്ദ്ര സർക്കാർ പ്രതിനിധികളും ഇത്തരത്തിൽ തന്നെ ഈ ചർച്ചയെ നോക്കിക്കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സൗരവ് ദാസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചർച്ചയ്ക്ക് ഒരു ന്യൂട്രൽ ഒരു വേദിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളതെന്നും ശ്രദ്ധേയമാണ്. ആദ്യം കേന്ദ്ര സർക്കാർ ഇപ്പോൾ സർക്കാർ തല ഓഫീസുകളിൽ വെച്ച് ഈ ചർച്ചകൾ നടത്താം എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം പ്രതികരിച്ചിരുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ ഈ ചർച്ചയ്ക്ക് ജന്തർ മന്ദിറിലേക്ക് വരണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഒരു പൊതുവായിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വേദി, രണ്ടു കൂട്ടർക്കും സമ്മതമാകുന്ന ഒരു വേദിയാണ് ഈ ചർച്ചയ്ക്ക് നിലവിൽ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുള്ള കേന്ദ്ര സർക്കാരിന് വിദ്യാർത്ഥി പ്രതിനിധികൾ നിലവിൽ നന്ദിയും പറഞ്ഞിട്ടുണ്ട്. ഇതിനിടെ ഡൽഹിയിലുള്ള സുരക്ഷാ നടപടികൾ പോലീസ് കൂടുതൽ കർശനമാക്കിയിട്ടുമുണ്ട്. ഏതാണ്ട് 200ഓളം വ്യക്തികളെയാണ് ഇപ്പോൾ നിലവിൽ ഒരു സുരക്ഷാ കാരണങ്ങളാൽ കരുതൽ തടങ്കലിൽ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ചായി പോയിരുന്ന വ്യക്തികളെയായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത്. ജയ്പൂരിൽ ഇതിനിടെ ഈ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ സമരം അരങ്ങേറിയിട്ടുണ്ട്. രാജ്യവ്യാപകമായിട്ട് തന്നെയാണ് ഇന്ന് CJP വിവിധ സമരങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ് സാഹചര്യം. നമുക്ക് വിശദമായതിലേക്ക് കൂടി വരാം. അജയ്, ഒന്ന് തുടരുക. എന്തായാലും ഈ ചർച്ചകളെ തങ്ങൾ പ്രതീക്ഷയോടെ കാണുന്നു എന്ന് തന്നെയാണ് CJPയുടെയും പ്രതികരണം. വക്താവ് സൗരവ് ദാസിന്റെ വാക്കുകൾ. No, I mean, the cabinet can do as it pleases. That has nothing to do with us. Our demands remain the same. This protest will continue until those demands are met, no matter what. So tomorrow, the discussion that has been called for, we are very happy that the government has acceded to our request that it be at a neutral venue, and the Constitution Club of India has been chosen, is what we've been told. It's great. We hope that the government comes with an open mind and it will listen to the people of this country who have been out on the roads for so long. അജയ് തുടരുന്നു. അജയ്, ഈ ചർച്ച നടക്കുന്നു പറയുമ്പോഴും അതിൻ്റെ പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നത് മന്ത്രിയുടെ രാജി എന്ന ആവശ്യമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ വിട്ടുവീഴ്ചയില്ലെന്ന് സമരക്കാർ CJP നിലപാടെടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അയയുമോ? ഇതുവരെ മന്ത്രിയെ മാറ്റിയില്ല, ചില ഉദ്യോഗസ്ഥരെ മാറ്റി എന്നതാണ് അവസ്ഥ. പാർലമെന്റ് നടക്കുകയാണ്. അതിനിടയിൽ ഒരു മന്ത്രിയെ രാജിവെപ്പിക്കുക അല്ലെങ്കിൽ വകുപ്പിൽ നിന്ന് പോലും മാറ്റുക വെല്ലുവിളി ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്ത് പ്രതീക്ഷിക്കണം? മന്ത്രിയുടെ രാജി ആവശ്യത്തിൽ സർക്കാർ ചില ഉറപ്പുകൾ നൽകുമോ അതോ മന്ത്രിയെ സംരക്ഷിക്കുമോ? ഇപ്പോൾ നിലവിൽ മന്ത്രിയെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു നടപടി തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രി ഏറെ വൈകിയും നരേന്ദ്രമോദിയുടെ ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ വീഡിയോയിൽ അദ്ദേഹം വിദ്യാർത്ഥികളുടെ മിക്ക ഉറപ്പുകൾക്കും ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിലും ഈ ഒരു വീഡിയോയിലും ധർമ്മേന്ദ്ര പ്രധാന്റെ വിഷയം ഒട്ടും തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അതുപോലെ തന്നെ CJP എന്നുള്ളൊരു പേര് പോലും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. വിദ്യാർത്ഥികൾ ഇപ്പോഴും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ഉറച്ചു നിൽക്കുന്നു. ഇതുൾപ്പെടെ മറ്റ് നാല് ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, അതുപോലെ ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശനമായിട്ടുള്ള നടപടികൾ, ഈ ജന്തർ മന്ദറിൽ സമരമിരിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ നടപടികൾ ഉണ്ടാകരുത്, ഈ ചോദ്യപേപ്പർ ചോർച്ച കാരണം ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം. ഇതിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴിച്ചുള്ള മറ്റ് 3 വിഷയങ്ങൾക്കും പരിഹാരം കാണാം എന്ന് തന്നെയാണ് ഇന്നലെ സോനം വാങ്ചുക്കിനെ ആശുപത്രിയിൽ കണ്ട JP നദ്ദയും അതുപോലെ തന്നെ JP നദ്ദ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ അറിയിച്ചിട്ടുള്ളത്. JP നദ്ദയും അതുപോലെ ജിതേന്ദ്ര സിംഗുമാണ് ഇന്നലെ ആശുപത്രിയിൽ എത്തിയത്. ഇവർ രണ്ടുപേരും ഈ 3 ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശനമായിട്ടുള്ള നടപടിയെടുക്കാം, വിദ്യാർത്ഥികൾക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകാം, മറ്റ് നടപടികളൊന്നും ഉണ്ടാകില്ല എന്ന 3 ആവശ്യങ്ങൾ ഉറപ്പു നൽകി
നൽകിയിട്ടുണ്ടെങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇവർ കൃത്യമായിട്ടുള്ള യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല. എന്നാൽ വിദ്യാർത്ഥികൾ ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. സൗരവ് ദാസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും ഇതേ ആവശ്യം തന്നെയാണ് എടുത്തു പറയുന്നത്. ഇപ്പോൾ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ CJP സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ കഴിഞ്ഞ ദിവസം ഒരു എക്സ്പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിലും അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് CJP അവരുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ചർച്ചകളിൽ ഇപ്പോൾ തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ യാതൊരുവിധ മാറ്റങ്ങളുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇതേ കാര്യങ്ങൾ തന്നെയാണ് എടുത്തു പറയുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നൊരു ആവശ്യത്തിൽ നിന്ന് ഒട്ടും തന്നെ പിന്നോട്ട് പോകുന്നില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ വീഡിയോയെ അദ്ദേഹം കടുത്ത രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശം വെറും പ്രഹസനമാണ്, പരിതാപകരമാണ് എന്നാണ് രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിൽ ഈ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെ സുരക്ഷാ നടപടികൾ പോലീസ് കൂടുതൽ കടുപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് നിലവിൽ കാണാനാകും. ഒരുപാട് വിദ്യാർത്ഥികൾ ഈ സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഡൽഹിയിലേക്ക് വരികയായിരുന്നു. ഇവരിൽ ഏതാണ്ട് 200 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് നിലവിൽ. അതുപോലെ ജന്തർ മന്ദറിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നിരുന്ന 3 യുവാക്കളെ പോലീസ് പിടിച്ചു വച്ചിരിക്കുന്നതായിട്ടും CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ആരോപിച്ചിരുന്നു. എന്നാൽ പോലീസ് ഇതിന് നൽകുന്ന വിശദീകരണം ഇപ്പോൾ ജന്തർ മന്ദറിലേക്ക് വന്നുകൊണ്ടിരുന്ന കൂടുതൽ പേരെയും അറസ്റ്റ് ചെയ്തതിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രാവൽ റീസൺ കാണിക്കാനില്ലാത്തവരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പലരും വിദ്യാർത്ഥികൾ പോലും അല്ലായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതുപോലെ 3 പേരെ ഭക്ഷണം കൊണ്ടുവന്നവരെ പിടിച്ചുവെച്ചു എന്നുള്ള ആരോപണവും പോലീസ് നിഷേധിക്കുകയാണ്. പോലീസിന്റെ ഒരു റൊട്ടീൻ ചെക്കപ്പ് മാത്രമാണ് നടന്നതെന്നും ഇവരുടെ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുക മാത്രമാണ് പോലീസ് ചെയ്തതെന്നുമാണ് ഇപ്പോൾ നിലവിൽ ഡൽഹി പോലീസ് നൽകിയിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ജയ്പൂരിൽ ഉൾപ്പെടെ ഈ സമരത്തിന്, ഈ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഇന്നലെ മുംബൈയിലടക്കം പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധം അനൗൺസ് ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ നഗരങ്ങളിൽ നിന്ന് വിദ്യാർത്ഥി സമരങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും ഡൽഹി പോലീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാദങ്ങൾ നിഷേധിക്കുകയാണ്. നിരവധി തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു എന്നാണ് അവരുടെ വാദം. ഇതിനിടയിൽ അഭിജിത്ത് ദീപ്കയുടെ കൂടി പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. പുതിയ പ്രതികരണം. അദ്ദേഹത്തിൻ്റെ നിലപാട് മന്ത്രി രാജിയാണ്. മന്ത്രി രാജിവെക്കുന്നവരെ ഞങ്ങൾ സമരം തുടരും. അതായത് ചർച്ചയ്ക്ക് മുമ്പ് തന്നെ അഭിജിത്ത് ദീപ്കെ ഒന്നുകൂടി നിലപാട് വ്യക്തമാക്കുകയാണ്. ഞങ്ങൾ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല, രാജി ആവശ്യത്തിൽ ഉറച്ചു തന്നെയാണ്, സമാധാനപരമായ സമരം തുടരും, പക്ഷേ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറയ്ക്കുന്നു CJP. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെക്കുറിച്ച് പാകിസ്ഥാനി അക്കൗണ്ടുകൾ തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതായി ഡൽഹി പോലീസ് പറയുന്നു. ഇത്തരത്തിലുള്ള 400-ലധികം അക്കൗണ്ടുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾ തെറ്റായ വിവരങ്ങളെ ആശ്രയിക്കരുതെന്നും പോലീസ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. हमने नोटिस किया है कि सोशल मीडिया में कुछ मिस इन्फॉर्मेशन फैलाने की कोशिश की जा रही है. अभी तक 400 से ज्यादा पाकिस्तानी सोशल मीडिया हैंडल्स आइडेंटिफाई किए जा चुके हैं जो इस सिचुएशन का फायदा उठाते हुए फेक कंटेंट और र्यूमर स्प्रेड कर रहे हैं. उनको ब्लॉक कराया जा रहा है. ये वही सोशल मीडिया हैंडल्स हैं जो ऑपरेशन सिंदूर के दौरान भी एक्टिव थे. उनका सिर्फ एक ही मकसद है, लोगों को भड़काना और स्पेशली स्टूडेंट्स का ध्यान भटकाना. मेरी आपसे अपील है कि बच्चों की सेफ्टी के लिए किसी भी फेक पोस्ट, एडिटेड वीडियोस या एनोनिमस हैंडल से किया हुआ कोई भी पोस्ट के भड़कावे में ना आए. किसी भी पोस्ट को शेयर करने से पहले फैक्ट चेक करो, र्यूमर्स को स्प्रेड मत करो और किसी भी एंटी सोशल एलिमेंट्स को अपने इमोशंस का कंट्रोल मत लेने दो. याद रखो कि पीसफुल प्रोटेस्ट करना आपका अधिकार है और दिल्ली पुलिस इस अधिकार का रिस्पेक्ट करती है. അജയ്, ഇതൊരു ഗുരുതരമായ വിഷയമാണല്ലോ. നമുക്കറിയാം, രാജ്യത്ത് നടക്കുന്ന സമരങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാനും അതിൽ നിന്ന് മുതലെടുക്കാനും ശ്രമങ്ങൾ മറ്റ് ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ശ്രമമാണ്, സ്വാഭാവികമാണ്. അങ്ങനെ പാകിസ്ഥാൻ കേന്ദ്രമായ അക്കൗണ്ടുകൾ ഇത്തരം വ്യാജ പ്രചരണം നടത്തുന്നതായ ആക്ഷേപം നേരത്തെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സോനം വാങ്ചുങ്ങിൻ്റെ ഭാര്യയുടെ മുടി മുറിച്ച് കളഞ്ഞു പോലീസ്, അങ്ങനെയൊക്കെയുള്ള തെറ്റായ വലിയ പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിലെന്താണ് ഡൽഹി പോലീസ് പറയുന്ന വാദം എന്താണ്? ഇതിൽ എന്ത് നീക്കങ്ങളാണ് നടക്കുന്നത്?
ഒരു സമരമുണ്ടാകുമ്പോൾ കൂടുതലും അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാനും അതിൻ്റെ ഒരു ലക്ഷ്യം മാറിപ്പോകുന്ന രീതിയിലുള്ള പലതരം സന്ദേശങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പടരാറുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന പുതിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെയും ഇത്തരം ചില തെറ്റായ പ്രചരണങ്ങൾ ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും സാമൂഹിക മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. ഇത്തരം പ്രചരണങ്ങൾ വ്യാപകമായി നടത്തുന്നത് ചില പാകിസ്ഥാനി ഹാൻഡിലുകളാണ് എന്നാണ് ഡൽഹി പോലീസിന്റെ പുതിയ വാദമെന്ന് പറയുന്നത്. ഏതാണ്ട് 400ഓളം അക്കൗണ്ടുകൾ ഇത്തരത്തിൽ തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ തന്നെ ആരംഭിച്ചതായിട്ടും ഡൽഹി പോലീസ് നിലവിൽ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുള്ള ഒരു വീഡിയോയിൽ പറയുന്നു. അതുപോലെ വിദ്യാർത്ഥികൾക്കുള്ള ഒരു സന്ദേശം കൂടി പോലീസ് മുന്നോട്ട് വയ്ക്കുന്നു. വിദ്യാർത്ഥികൾ ഇത്തരം ഹാൻഡിലുകളിൽ നിന്നുള്ള മെസ്സേജുകളെ ഒരിക്കലും ആശ്രയിക്കരുത്. കൃത്യമായിട്ടുള്ള സോഴ്സും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഓതറൈസേഷൻ ഉൾപ്പെടെയുള്ള പേജുകളെ മാത്രമേ വിവരങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കാവൂ. മറ്റ് തെറ്റായ പേജുകളെ ഫോളോ ചെയ്യുന്നതും ഇത്തരം റീലുകളെ ആണെങ്കിലും മറ്റ് ടെക്സ്റ്റ് മെസ്സേജുകളെ ആണെങ്കിലും ആശ്രയിക്കുന്ന രീതി ഒഴിവാക്കണം. ഇത്തരം തെറ്റായിട്ടുള്ള പ്രചരണങ്ങളിൽ വീണു പോകരുത് എന്നും നിലവിൽ ഡൽഹി പോലീസ് മുന്നറിയിപ്പ് നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തെറ്റായിട്ടുള്ള ആന്റി ഇന്ത്യൻ പ്രചരണങ്ങൾ നടത്തിയിരുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ് ഇപ്പോൾ CJP സമരത്തും വീണ്ടും ആക്റ്റീവായത് എന്നാണ് ഡൽഹി പോലീസ് നടത്തുന്ന ഒരു ആരോപണമെന്ന് പറയുന്നത്. ഇത്തരം മെസ്സേജുകളെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. 400ഓളം അക്കൗണ്ടുകളെ ഇതിനോടകം തന്നെ കണ്ടെത്തി കഴിഞ്ഞു. കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതാണ് ഈ വ്യാജ പ്രചരണമുണ്ട്, അവർക്കെതിരെ ജാഗ്രത പാലിക്കാനാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ്. നമുക്കറിയാം CJPയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജ്യവ്യാപകമായി രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും വലിയ പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള സമരമുണ്ട്. തിരുവനന്തപുരത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്തുണ്ട്, കൊച്ചിയിലുണ്ട്, അങ്ങനെ പല ഇടങ്ങളിലുമുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കൊച്ചിയിൽ ഈ CJP സമരത്തെ പിന്തുണച്ചുകൊണ്ട് പരിപാടി നടന്നു. ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. അതായത് റാപ്പർ വേടൻ പങ്കെടുത്ത പനമ്പള്ളി നഗറിലെ പരിപാടിക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസിന്റെ മുൻകൂർ അനുമതിയില്ലാതെ പരിപാടി നടത്തിയെന്നാണ് കേസ്. ഈ കേസിലാണിപ്പോൾ ഈ തരത്തിലുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി സിനിമാ താരങ്ങളടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കേസുണ്ടാവുന്നത്. താരസംഘടന അമ്മയിൽ ശ്വേതാ മേനോനെതിരെ പുതിയ പടയൊരുക്കമൊഴുകുകയാണ്. തെരഞ്ഞെടുപ്പ് വേണോ, ശ്വേത തുടരണമോ എന്നതിൽ അഭിപ്രായ രൂപീകരണത്തിലാണ് ഈ ശ്രമം. അമ്മയുടെ പെൺമക്കൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ നീക്കമുള്ളത്. ഗ്രൂപ്പിലെ ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. എടുത്തെഴുതാവുന്നതല്ലേ ഉള്ളൂ. ഇലക്ഷൻ വേണം എന്ന് എഴുതാം, ശ്വേത തുടരണം എന്ന് എഴുതാം, അങ്ങനെ എഴുതാം, ക്ലാരിറ്റിയോടെ എഴുതാൻ പറ്റും. എന്തൊക്കെയോ പോളൊക്കെ ഇടുന്ന പരിപാടി ഉണ്ട്. അത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഗീത വിജയൻ അങ്ങനെ ആർക്കെങ്കിലും അറിയാമോ? പോളൊക്കെ ഇടാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ പറ്റുമല്ലോ. നവ്യൊക്കെ പണ്ട് ചെയ്യുമായിരുന്നു. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് പറയൂ. നവമി ദിനേശ് ചേരുന്നു. നവമി, അമ്മയിലെ തർക്കം പുതിയ തലങ്ങളിലേക്ക് പോവുകയാണ്. ശ്വേത തൻ്റെ നിലപാടറിയിച്ച് ഇങ്ങനെ തുടർച്ചയായി സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഒരു തരത്തിലും ശ്വേതയുടെ തിരിച്ചുവരവ് ഉണ്ടാവാത്തതിലേക്കുള്ള ജാഗ്രത കാട്ടൽ മറുവശത്തും ഉണ്ടാകുന്നത്. എന്താണ് ഈ നീക്കം? അതെ സജിത്ത്, പറഞ്ഞതുപോലെ തന്നെ ശ്വേതയുടെ തിരിച്ചുവരവ്, അതായത് സംഘടനയുടെ തലപ്പത്തേക്ക് ശ്വേത തിരിച്ചു വരണ്ട എന്ന ഒരു വിഭാഗം സ്ത്രീകൾ ഉള്ള ഒരു തീരുമാനത്തെ തന്നെയാണ് നമ്മൾ ഈ ഒരു പോളിൽ കൂടി മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ശ്വേതാ മേനോൻ ഓഫീസിലേക്ക് വരുന്നില്ല, ഒരു ഓൺലൈനായിട്ടുള്ളതാണ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ശ്വേതാ മേനോൻ രാജിവെച്ചു എന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് തിരിച്ചു വരുന്ന സാഹചര്യമാണ്. താൻ സംഘടനയിൽ നിന്ന് തന്നെ പോരാടുമെന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞത്. എന്തായാലും നിലവിൽ സംഘടനയിലുള്ളവർ, അതായത് സംഘടനയിലെ പെൺമക്കൾ, അതായത് അമ്മയുടെ പെൺമക്കൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിലൊരു പോള് നടക്കുന്നത്. അതിൽ അവർ പറയുന്നത് ശ്വേതാ മേനോൻ തുടരണമോ അല്ല എങ്കിൽ ശ്വേതാ മേനോൻ പുതിയ തെരഞ്ഞെടുപ്പ് വേണമോ എന്നീ തരത്തിലാണ് അവരുടെ ഒരു പോള് നടത്തുന്നത്. അതിൽ സ്ത്രീകളാണ് ഭൂരിഭാഗം ആൾക്കാരും ഉള്ളത്. അവരാണ് അടുത്ത തീരുമാനമെടുക്കേണ്ടത്. ഇനിയിപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് വരണോ അതോ ശ്വേതാ മേനോൻ തുടരണമോ എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. എന്തായാലും ശ്വേതാ മേനോനെ തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗം സ്ത്രീകൾ പറയുന്നത്. പക്ഷെ മറ്റൊരു വിഭാഗം പറയുന്നത് എന്തായാലും ശ്വേതാ മേനോന്റെ കാര്യങ്ങൾ, അതായത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കണക്കിലെ വ്യക്തതയെല്ലാം വരുത്തിയതിനു ശേഷം ഭൂരിഭാഗം അംഗങ്ങളുടെയും തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതിയാകില്ലേ എന്നതാണ് ഒരു വിഭാഗം ആളുകളും പറയുന്നത്. എന്തായാലും
അമ്മയുടെ പെൺമക്കൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇപ്പോൾ പുതിയ ഒരു പോളിംഗ് തുടങ്ങിയിരിക്കുന്നത്. അതിൽ ശ്വേതാ മേനോന്റെ ഭരണസമിതി തുടരണമോ അതോ പുതിയ തെരഞ്ഞെടുപ്പ് വേണമോ എന്നതാണ് അവർ പ്രധാനമായും ചർച്ചയ്ക്ക് വെക്കുന്നത്. നമുക്ക് നേരത്തെ തന്നെ അറിയാം, ഈ ശ്വേതാ മേനോൻ കോടതിയിലടക്കം പോയി അതിൽ അനുകൂലമായിട്ടുള്ള ഒരു വിധി സംഘടിപ്പിച്ചതാണ്. അഡ്ഹോക് കമ്മിറ്റി നിലനിൽക്കുന്നതല്ല എന്ന് കോടതി പറഞ്ഞു. അതിനെ തുടർന്ന് രമേശ് പിഷാരടി രാജിവെക്കുന്നു. ശ്വേതാ മേനോൻ വീണ്ടും സംഘടനയിലേക്ക് വന്നില്ലെങ്കിൽ പോലും ഓൺലൈനായി തന്നെ ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വിഭാഗം താരങ്ങൾക്ക് അത് വലിയ പ്രതിഷേധം തന്നെയാണ്. കാരണം ഒരു ജനറൽ ബോഡി ചേർന്ന് അതിൽ വലിയ രീതിയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് അത് ശ്വേതാ മേനോനെതിരായി അല്ലെങ്കിൽ ആ കമ്മിറ്റിക്ക് എതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയം പാസ്സാക്കിയതുമാണ്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ്, അതായത് ഭൂരിഭാഗം അംഗങ്ങളും അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടും പിന്നീട് എന്തുകൊണ്ടാണ് ശ്വേതാ മേനോൻ വീണ്ടും അതിൽ തുടരുന്നതിലുള്ള എത്രമാത്രം, അതായത് ശ്വേതാ മേനോൻ അത് തുടരേണ്ടതുണ്ടോ, അത് എത്രമാത്രം മോശമായിട്ടുള്ള കാര്യമാണ് എന്നതാണ് ഒരു വിഭാഗം അംഗങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്ത്രീകളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു പോളിംഗ് തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഭൂരിഭാഗം സ്ത്രീകളുടെയും ആവശ്യം അത് ഈ പോളായി രേഖപ്പെടുത്തിയതിനു ശേഷം അത് ജനറൽ ബോഡിയെ അറിയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും അമ്മയിലെ തർക്കങ്ങൾ പുതിയ തലങ്ങളിലാണ്. ഒരു കാര്യമാണ്, ഒന്നിലും രഹസ്യമില്ല, നടക്കുന്ന ചർച്ചകളൊക്കെ അപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നു എന്നതുകൂടിയാണ് സാഹചര്യം. ആ തരത്തിലാണ് ഇപ്പോൾ അമ്മയിൽ നടക്കുന്ന നീക്കങ്ങൾ. ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിച്ചു. റാപ്പിഡോ, കേരള സവാരി തുടങ്ങിയ ആപ്പിന് കീഴിലുള്ള സർവീസുകൾ തുടരും. ഡ്രൈവർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം. അതേസമയം ഊബർ ഡ്രൈവർമാർ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. നവമി ദിനേശ് നമുക്കൊപ്പമുണ്ട്. നവമി, ഈ റാപ്പിഡോ, കേരള സവാരി എന്ന ആപ്പുകളെക്കാൾ വലിയ സ്വീകാര്യതയും കൂടുതൽ ആളുകളും ഉള്ളതാണല്ലോ ഊബർ. അപ്പോൾ ഊബറിൻ്റെ സമരം തുടരുമെങ്കിൽ അർത്ഥം ഊബർ ഓൺലൈൻ സമരം ഒരർത്ഥത്തിലും അത് പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്നില്ല എന്ന് തന്നെയല്ലേ? അതെ, നിലവിൽ യൂബർ ഈ സമരത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല. ഈ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവർ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം നേടിയെടുക്കാതെ അവർ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് യൂബർ പറയുന്നത്. അതേസമയം റാപ്പിഡോയും കേരള സവാരിയും സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഡ്രൈവർക്ക് തീരുമാനങ്ങളെല്ലാം തന്നെ ഡ്രൈവർമാർ അംഗീകരിച്ചതോടുകൂടിയാണ് അവർ ആ സമരത്തിൽ നിന്നും പിന്മാറാനായി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും യൂബർ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഒരാഴ്ചത്തെ സമയമാണ് യൂബർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം തങ്ങളുടെ ആവശ്യങ്ങൾ, യൂബർകാർ ആവശ്യപ്പെടുന്ന രീതികൾ അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയാണോ ആവശ്യങ്ങൾ, ഇത് അംഗീകരിക്കാതെ ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന് തന്നെയാണ് യൂബർ ഡ്രൈവർമാർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ യൂബറുകളെ ആശ്രയിച്ച് നഗരത്തിൽ ജീവിക്കുന്ന നിരവധി പേരുണ്ട്. പ്രത്യേകിച്ച് ഈ പെട്ടെന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെ നിന്നാണോ യൂബർ നമുക്ക് പോകാനുള്ളത്, ഇതെല്ലാം പെട്ടെന്ന് എളുപ്പത്തിൽ സാധ്യമാക്കുന്ന ഒരു സംവിധാനമാണ് യൂബർ. പക്ഷേ അവരിങ്ങനെ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങിയപ്പോൾ അതിൽ ബുദ്ധിമുട്ടിയ നിരവധി യാത്രക്കാരുണ്ട്. എന്നാലും അവർക്ക് ചെറിയൊരു ആശ്വാസമായി റാപ്പിഡോയും കേരള സവാരിയും ഉണ്ടെങ്കിൽ പോലും യൂബറിനെ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് തുടരുക തന്നെയാണ്. പക്ഷേ യൂബർ ഡ്രൈവർമാർ പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാതെ ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്നാണ്. എന്തായാലും അവർ വീണ്ടും ഒരു ചർച്ചയിലേക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു ചർച്ചയുണ്ടാകും. ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഡ്രൈവർമാർ ആവശ്യപ്പെടുന്നത് പോലെയുള്ളൊരു സംവിധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ സമരം പിൻവലിച്ച് വീണ്ടും നിരത്തിലേക്ക് ഇറങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സജിത്ത്, അതാണ് ഊബർ സമരത്തിൽ ഒരു ഭാഗികമായ പരിഹാരം ഉണ്ടാവുന്നുണ്ട്. ചില 2 ആപ്പുകൾ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ താൽക്കാലിക പരിഹാരം ഉണ്ടാകുന്നു. എന്നാലും പ്രധാനപ്പെട്ട കൂടുതൽ ഉപഭോക്താക്കളുള്ള ആപ്പുകൾ ഇപ്പോഴും പണിമുടക്കി തന്നെയാണ്. മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകനായിരുന്ന അഭിമന്യു കൊലക്കേസിൽ വിചാരണ തുടങ്ങുന്ന തീയതി ഇന്ന് തീരുമാനിക്കും. എല്ലാ പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകും. അഭിമന്യു കൊല്ലപ്പെട്ട് 8ാം വർഷത്തിലാണ് കേസ് വിചാരണയിലേക്ക് പോകുന്നത്. വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇന്ന് പ്രധാനപ്പെട്ട ദിവസമാണ്. അഭിമന്യു കേസിൽ ഇന്ന് വിചാരണ തീയതി പ്രഖ്യാപിച്ച് പുതിയ നീക്കത്തിലേക്ക് കടക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും ബോർഡ് അംഗം അജികുമാറിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി SIT. 2025 സ്വർണം പൂശലിന്റെ മറവിലും സ്വർണ്ണക്കൊള്ള നടന്നു. ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠങ്ങളിൽ നിന്നാണ് സ്വർണം അപഹരിച്ചെടുത്തത്. ഇത്തരത്തിൽ
സ്വർണം വീണ്ടും തട്ടിയെടുക്കാനും 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുമാണ് 2025 വീണ്ടും സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, മുരാരി ബാബു എന്നിവരുമായി PS പ്രശാന്തും അജികുമാറും നേരിട്ട് ഗൂഢാലോചന നടത്തിയാണ് വീണ്ടും സ്വർണം പൂശാൻ തീരുമാനിച്ചതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്നും കൊണ്ടുപോയത് വ്യാജ കരാറുണ്ടാക്കിയാണ്. ഇതിനുള്ള എല്ലാ ഒത്താശയും ദേവസ്വം ബോർഡ് ചെയ്തെന്നുമാണ് SITയുടെ ആരോപണം. പ്രശാന്തിനെയും അജികുമാറിനെയും റിമാൻഡ് ചെയ്യാനായി കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പോലീസ് നടപടി ചോദ്യം ചെയ്ത് കുടുംബം രംഗത്ത് വരികയാണ്. ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SPയും DYSPയും ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാണ്. അതേസമയം അറസ്റ്റിലായ ഡോക്ടർ റാമിന്റെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകാനുമാണ് നീക്കം. നിലവിൽ കണ്ണൂർ സബ് ജയിലിലാണ് പ്രതി റാം. കാസർഗോഡ് ചട്ടഞ്ചാൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്ലാസ്റ്റിക് സംഭരണശാലയിൽ തീപിടുത്തമുണ്ടായി. രാവിലെ 6 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയാണ്. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്കൂൾ വിദ്യാർത്ഥിയെ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആസിഫ് ഷായ്ക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത്. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനായി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കും വഴിയായിരുന്നു സംഭവം. ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന അജ്ഞാതനായ യുവാവാണ് തന്നെ ആക്രമിച്ചതെന്ന് വിദ്യാർത്ഥി പരാതി നൽകി. തലയ്ക്ക് പരിക്കേറ്റ ആസിഫ് ഷായെ കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്ത് സർക്കാർ ആശുപത്രി വളപ്പിൽ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ ജീവിതം തള്ളി നീക്കുകയാണ് ഒരു വയോധികൻ. 85-ലധികം വയസ്സുള്ള കുഞ്ഞപ്പനാണ് വീടില്ലാതെ നരകിക്കുന്നത്. പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം പ്രയാസപ്പെടുന്ന കുഞ്ഞപ്പന് ബന്ധപ്പെട്ട വകുപ്പുകളും അധികൃതരും അടിയന്തരമായി ഇടപെടുന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് വേറെ സ്ഥലങ്ങളോ വീടോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന മകനായിരുന്നു. ആ മകൻ ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അദ്ദേഹത്തിന് ഇപ്പോൾ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അത്യാവശ്യം കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം സംരക്ഷിക്കുക എന്നുള്ളത്. ഒരു 20 വർഷത്തോളമായി കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഇടുക്കി റോഡിൽ ഇടുക്കി കവലക്കയായിട്ട് റോഡ് സൈഡിൽ വീട് വെച്ച് കെട്ടി താമസിക്കുമായിരുന്നു. ഇപ്പോൾ റോഡിൻ്റെ പണി വന്നപ്പോൾ അദ്ദേഹത്തിനോട് അവിടെ നിന്ന് മാറണമെന്നും വീട് പണിത് തരാമെന്നും അതല്ലെങ്കിൽ പൈസയായിട്ട് തരാമെന്നും പറഞ്ഞാണ് അവരോട് മാറ്റിയേണ്ടതെന്നാണ് ആ ചേട്ടൻ പറയുന്നത്. പുള്ളിക്ക് ഇപ്പോൾ ഓർമ്മയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നഷ്ടപ്പെട്ടു തുടങ്ങി. ഒരു 85 വയസ്സിൻ്റെ മുകളിൽ പ്രായമുണ്ട്. ആരെങ്കിലുമൊക്കെ ഇതിന് സംഭാവന കൊടുക്കണേ അതൊക്കെ വെച്ചാണ് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെയെങ്കിലും ഒരു വീടോ അല്ലെങ്കിൽ കിടക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. 4 മക്കളുമൊത്ത് അടച്ചുറപ്പില്ലാത്ത വാടക വീട്ടിൽ കഴിയുന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്ക് വീട് വയ്ക്കാൻ ഭൂമി നൽകി പ്രവാസി വ്യവസായി. ഒഡീഷയിൽ നിന്നും 16 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തിയ ബിബാച്ച കുസ്ലിയ എന്ന ബിനുവിനാണ് സിദ്ദിഖ് പൂനായിൽ എന്ന പ്രവാസി വീട് നൽകിയത്. ചെറുവാടി അനങ്ങപ്പറമ്പിൽ തനിക്കുള്ള ഭൂമിയിൽ നിന്നും 4 സെന്റ് സ്ഥലം ബിനുവിന് വീട് വയ്ക്കാനായി കൈമാറി. ബിനു കൊടിയത്തൂർ സ്വദേശിയായ വിജിതയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇതിന് നമ്മളെ കുറേ കഷ്ടപ്പാടായിട്ട് 16 വർഷമായി ഇവിടെ താമസിച്ചിട്ട് 16 വർഷം വരെ വാടക വീട്ടിലുണ്ടായിന്. അപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന ഈ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്തത് സിദ്ദിഖ് സാറിനാണ്. അപ്പോൾ സിദ്ദിഖ് സാറ് ഇത് 4 സെന്റ് സ്ഥലം തന്നെ അതിന് വളരെ സന്തോഷം. ഈ സമയത്ത് സന്തോഷം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഇതാണിത്. അതിന് ഏറ്റവും നന്ദി പറയേണ്ടത് സിദ്ദിഖ് സാറോടാണ്. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടാണ്. 10-12 വർഷമായി ഞങ്ങൾ മാറി മാറി താമസിക്കും. ഇതൊക്കെ ചോരുന്നതൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ കിട്ടിയാൽ വേറെ ഒന്നും പറയാനില്ല. സന്തോഷം മാത്രം ദൈവത്തിനോടും സിദ്ദിഖ് സാറോടും. ഇടുക്കി ശാന്തമ്പാറ ആനയിറങ്കലിൽ കാട്ടാനയുടെ ആക്രമണം. റേഷൻ കട തകർത്തു. ചക്കക്കൊമ്പനാണ് കട തകർത്തത്. പ്രിൻസ് പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. പ്രിൻസ്,
അരിക്കൊമ്പനുണ്ടാക്കിയ അതേ പ്രതിസന്ധി ചക്കക്കൊമ്പനും ഉണ്ടാക്കുന്നു എന്നതാണോ ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് സാഹചര്യം? ആനയുടെ ആക്രമണം എപ്പോഴാണ് ഉണ്ടായത്? സജിത്ത്, തീർച്ചയായും അരിക്കൊമ്പന്റെ കാലഘട്ടത്തിലും ചക്കക്കൊമ്പനും അപകടകാരിയായിരുന്നു. അരിക്കൊമ്പനെ പോലെ തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു ആനയായിരുന്നു. ഇപ്പോൾ അരിക്കൊമ്പനെ ഇവിടുന്ന് കാട് കത്തിയ ശേഷം ചക്കക്കൊമ്പന്റെ ആക്രമണങ്ങൾ കൂടുതലായിട്ടുണ്ടെന്ന് വേണം കരുതാൻ. കഴിഞ്ഞ രാത്രി ഈ മേഖലയിലേക്ക് എത്തിയ ചക്കക്കൊമ്പനെ അല്ലെങ്കിൽ മറ്റു ആനകളെയൊക്കെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തുരുത്തിയിരുന്നു. എന്നാൽ പുലർച്ചയോടെ വീണ്ടും ആന ഇവിടേക്ക് എത്തുകയായിരുന്നു. ഏകദേശം ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് ആനയിറങ്കലിലെ റേഷൻ കടയ്ക്ക് സമീപിച്ചത് റേഷൻ കട ആക്രമിച്ചത്. ഒപ്പം ഈ റേഷൻ കടയ്ക്ക് ഉള്ളിലുണ്ടായിരുന്ന അരിയും ആട്ടയും ഒക്കെ എടുത്ത് ഭക്ഷിക്കാനും ശ്രമിച്ചു. ഇതോടൊപ്പം തന്നെ ഈ തൊഴിലാളികൾ താമസിക്കുന്ന ആനയിറങ്കലോട് ചേർന്നുള്ള ആനയിറങ്കലിലെ ഒരു ലയത്തിനുള്ളിൽ കടന്ന് അവിടെ ലയത്തിലുള്ള ഒരു കടയ്ക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. പിന്നീട് നാട്ടുകാർ ഓടിക്കൂടി ബഹളം വെച്ചതോടെയാണ് ആന ഇവിടുന്ന് പിൻവാങ്ങിയത്. ഈ ആനയുടെ ആക്രമണം ഈ ആനയിറങ്കൽ മേഖലയിൽ ഹന്തൻപാറ പഞ്ചായത്തിലെ ആനയിറങ്കൽ ജലാശയത്തിൽ ചേർന്നുള്ള ആനയിറങ്കൽ ഒപ്പമുള്ള സമീപ പ്രദേശങ്ങളിലൊക്കെ തോട്ടം മേഖലയിലൊക്കെ പതിവായി ഉണ്ടായിട്ടും ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയോ വനംവകുപ്പിന്റെയോ കൃത്യമായ ഇടപെടൽ മേഖലയിൽ ഉണ്ടാവുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. RRT ടീമൊക്കെ ഇവിടെ എത്താറുണ്ടെങ്കിൽ പോലും ആനയെ ജനവാസ മേഖലയിൽ നിന്നും മാറ്റുന്നതിനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകാറില്ല. പലപ്പോഴും നാട്ടുകാർ മാത്രമാണ് ഇത്തരത്തിൽ ഈ ആനയെ ഒളിച്ചുവിടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. RRT ടീം എത്തുമ്പോഴും എത്തി തീർത്താറുണ്ടെങ്കിലും വലിയ ദൂരത്തിലേക്ക്, അതായത് ഉൾക്കാട്ടിലേക്കൊന്നും ഇതേ കടത്തിവിടാനുള്ള ശ്രമം നടത്താറില്ല. അതുകൊണ്ട് തന്നെ ബഹളം വയ്ക്കുകയോ പടക്കം പൊട്ടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ആന അല്പം ഒന്ന് മാറിയാൽ പിന്നീട് രാത്രിയോ പുലർച്ചെയോ ഒക്കെ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അതാണ്, ചക്കക്കൊമ്പനാണ് വലിയ ഭീതി പരത്തുന്നത് മേഖലയിൽ. നേരത്തെ അരിക്കൊമ്പൻ വലിയ ഭീതി പരത്തുകയും ഒടുവിലാണ് അവിടുന്ന് പിടിച്ചുമാറ്റി അവിടുന്ന് മയക്കുവെടി വെച്ച് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതാ ഇപ്പോൾ ചക്കക്കൊമ്പനും റേഷൻ കടയടക്കം ആക്രമിക്കുന്ന രീതിയിലേക്ക് സ്ഥിതി മാറി. കോതമംഗലത്ത് സ്ത്രീയെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വെറ്റിലപ്പാറ രാജീവ് ഗാന്ധി കോളനിയിൽ താമസിക്കുന്ന സിമി ബിജുവാണ് മരിച്ചത്. ഭർത്താവ് ബിജു ഇടത് കൈയിൽ മുറിവേറ്റ നിലയിൽ കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. കോതമംഗലം പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 മലപ്പുറം ബ്യൂറോ സീനിയർ ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയുടെ പിതാവ് കുമരനെല്ലൂർ കിഴക്കേതിൽ അരവിന്ദാക്ഷൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. ഭാര്യ സതി, മകൾ അശ്വതി, മരുമകൻ വിഷ്ണു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 12-ന് ഷൊർണൂർ ശാന്തിതീരം നഗരസഭാ ശ്മശാനത്തിൽ നടത്തും. അടുത്ത റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. അതായത് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പ്രത്യേക സൗകര്യങ്ങളുമായി മലപ്പുറത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്ലിനിക്ക് തിരൂർ ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP സ്മിജി ഉദ്ഘാടനം ചെയ്തു. മാസത്തിലൊരിക്കലാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായുള്ള ഈ പ്രത്യേക ക്ലിനിക്ക് പ്രവർത്തിക്കുക. മലപ്പുറം ജില്ലയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള കരുതലുമായി പ്രത്യേക ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി ട്രാൻസ്ജെൻഡർ ക്ലിനിക് തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹോർമോൺ പരിശോധന, മരുന്ന് വിതരണം, കൌൺസിലിംഗ്, ജനറൽ മെഡിസിൻ, എൻഡോക്രൈനോളജി തുടങ്ങിയ സേവനങ്ങളാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുള്ളത്. മാസത്തിലൊരിക്കലായിരിക്കും ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുക. തിരൂർ ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ ജില്ലാ ആശുപത്രിയും മലപ്പുറം ജില്ലാ പഞ്ചായത്തും സഹകരിച്ചാണ് ക്ലിനിക് ആരംഭിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP സ്മിജി ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് നമ്മുടെ ജില്ലയിൽ തുടങ്ങുന്ന ഒരു സ്ഥിരം ക്ലിനിക്കാണിത്, അല്ലെ? ഈ ക്ലിനിക്ക് ഇവിടെ തന്നെ ഉണ്ടാവും. ഇതിനേക്കാളും നല്ല രീതിയിൽ തന്നെ നല്ല പ്രവർത്തനത്തോടു കൂടെ ഒരു സ്ഥിരം ഡോക്ടറെ കൂടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കി തരുന്നതാണ്. അതൊരു പ്രോമിസ് തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ വരാൻ ഇത്രയും പേരുടെ മുന്നിൽ. തിരൂർ താലൂക്കിൽ നിന്ന് മാത്രം നിലവിൽ 30 പേർ ഹോർമോൺ പരിശോധനയ്ക്കായി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയുള്ള ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവർക്കും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. മാനസികാരോഗ്യ വിദഗ്ധർ, സൈക്കോളജിസ്റ്റുകൾ, ഫിസിഷ്യന്മാർ തുടങ്ങിയവരുടെ സേവനവും രോഗികൾക്ക് ആവശ്യമായ സ്വകാര്യത ഉറപ്പാക്കുന്ന എക്സാമിനേഷൻ മുറികളും ആശുപത്രിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.